അശ്വിൻ, എന്തായാലും രാഷ്ട്രീയ കേരളത്തിലെ ഒട്ടനവധി നേതാക്കൾ എമ്പുരാനെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ റീ എഡിറ്റഡ് വേർഷൻ തിയേറ്ററുകളിൽ എത്തുന്നതിന് മുൻപ് സിനിമ കാണാനായി ഒരുപാട് നേതാക്കന്മാർ തിയേറ്ററുകളിലേക്ക് ഓടിക്കയറുന്നതും നമ്മൾ കണ്ടു, അല്ലേ? തീർച്ചയായും റോഷ്നി, കാരണം കേരളം കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു ലൂസിഫർ 2 അഥവാ എമ്പുരാൻ. കാരണം വലിയ പ്രതീക്ഷകളോടെയാണ് ആ ഒരു സിനിമ, പൃഥ്വിരാജ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയതും തിയേറ്ററുകളിൽ അത് വൻ വിജയമായി ഓടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനിടയിലാണ് പൊടുന്നനെ ഒരു വിവാദം പുറപ്പെടുന്നു. അത് റീസെൻസർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് RSS തന്നെ രംഗത്തെത്തുകയും ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ പൊതുജനം അല്ലെങ്കിൽ മറ്റ് ആളുകളുടെ പിന്തുണ ഈ സിനിമയ്ക്ക് തന്നെ, സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയയിലടക്കം മല്ലിക സുകുമാരൻ, പൃഥ്വിരാജ്, മോഹൻലാൽ അടക്കമുള്ളവർക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ 3 പേർക്കും സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും ചേർത്ത പിന്തുണയുമായി നിരവധി പേർ തന്നെ രംഗത്തെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൽ ഏറ്റവും അധികം മന്ത്രിമാർ തന്നെ ഈ ഒരു വിഷയത്തിൽ ഈ സിനിമ അതിനെ അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, ഇവർക്ക് ഒരു പിന്തുണ അറിയിക്കുന്നതിന് വേണ്ടി രംഗത്തെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ മന്ത്രി സജി ചെറിയാൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: രാജ്യത്ത് അസഹിഷ്ണുതയുടെ ഒരു അന്തരീക്ഷം വർദ്ധിച്ചു വരുന്നു. ആ സിനിമയ്ക്കെതിരെ, ആ ഒരു അന്തരീക്ഷത്തിനെതിരെ ശബ്ദിക്കുന്ന സിനിമയാണ് എമ്പുരാൻ. എമ്പുരാൻ സെൻസർ ചെയ്യുന്ന സമയത്ത് ഈ തെറ്റുകളൊന്നും കണ്ടില്ലായിരുന്നു. അതിനുശേഷം ഇത്തരത്തിൽ വീണ്ടും കത്തിവെക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രി തന്നെ ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല, രാജ്യത്ത് ഈ സംഘശക്തികൾക്കെതിരെ, RSS ശക്തികൾക്കെതിരെ സംസാരിക്കുന്നവരെ വെട്ടിമുറിച്ചു മാറ്റുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കലാരൂപങ്ങൾക്ക് മേൽ ഇത്തരം കൈവെക്കുന്നത് അത് ശരിയല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കയ്യേറ്റമാണ് എന്ന് തന്നെ അദ്ദേഹം അടിവരയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം MP രാജേഷിൻ്റെതാണ്. ഈ ഒരു സിനിമ ഇറങ്ങിയതിൽ എന്താണ് ഇത്രയ്ക്ക് കോലാഹലപ്പെടാനുള്ള കാരണം എന്നുള്ളത് തന്നെയാണ് MP രാജേഷ് ചോദിക്കുന്നത്. അത് തന്നെയാണ് പൊതുസമൂഹവും ചോദിക്കുന്നത്. ഒരു സിനിമയാകുമ്പോൾ പലതരത്തിലുള്ള കണ്ടന്റുകൾ ആ സിനിമയിൽ ഉണ്ടാകും. അതിന് സെൻസർഷിപ്പ് ആവശ്യമാണെങ്കിൽ സെൻസർ ചെയ്തതിനു ശേഷം മാത്രമാണ് സിനിമകൾ ഇത്തരത്തിൽ തിയേറ്ററുകളിൽ എത്തുന്നതും. അതിനുശേഷം എന്തിനാണ് വീണ്ടും കത്തിവെക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നതും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, EP ജയരാജൻ ഈ പൃഥ്വിരാജിൻ്റെ കുടുംബത്തിന് തന്നെ പിന്തുണ അറിയിപ്പിച്ച് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല, അദ്ദേഹം സിനിമ കണ്ടിട്ടില്ല എങ്കിൽ പോലും സിനിമ ഉടൻ കാണും എന്നൊരു ആഗ്രഹവും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബാക്കി 3 പേരും സിനിമ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി കുടുംബസമേതം തിയേറ്ററുകളിലെത്തി ഈ സിനിമ കാണുകയും ചെയ്തിരുന്നു. കൂടുതൽ മന്ത്രിമാർ തന്നെ നേരിട്ട് കുടുംബത്തോടെ എത്തി ഈ സിനിമ കാണുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നാളെയാണ് ഈ സിനിമയുടെ വെട്ടിയ പതിപ്പ്, അതായത് റീസെൻസർ ചെയ്ത് പുറത്തിറങ്ങുന്ന മറ്റൊരു പുതിയ ഒരു എമ്പുരാൻ റിലീസ് ചെയ്യുന്നത്. അതിന് മുൻപ് തന്നെ ഈ സിനിമ എത്രത്തോളം ആളുകളിലേക്ക് കാണാൻ കഴിയുന്നു, അത്രത്തോളം ആളുകൾ ഈ ടിക്കറ്റ് എടുത്ത് കാണാനുള്ള ഒരു തിരക്ക് കൂടി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഈ ഒരു പിന്തുണ, അത് കേരള സമൂഹത്തിന്റെ പിന്തുണ ഒന്നാകെ തന്നെ എമ്പുരാന് ലഭിക്കുന്നു, എമ്പുരാന്റെ അണിയർ പ്രവർത്തകർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ വർദ്ധിച്ചു വരുന്ന പിന്തുണകൾ തെളിയിക്കുന്നത്. റോഷ്നി, ശരി, അശ്വിനാണ് വിശദാംശങ്ങൾ നൽകിയത്.